പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട്, ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അതുപോലെ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത്. ലൂക്കാ 17:5. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിനോട് ഈ അപ്പോസ്തലന്മാർ 2 കാര്യം ചോദിച്ചിട്ടുള്ളേ. ഒന്നെന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? പിന്നെന്താ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തെക്കാൾ ഉപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ചയിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം. അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, 10 ദിവസമാണ് അങ്ങനെ കർത്താവിനോട് ചോദിച്ചത്. ഇതിന് 10 ദിവസം അവസാനം ആ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്താണ്? 2 പത്രോസിൻ്റെ 1:5 പറഞ്ഞതില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും. അതാരാ പറഞ്ഞത്? വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് 10 ദിവസം പണ്ട് ചോദിച്ചു. ആ 10 ദിവസത്തിൻ്റെ വിശ്വാസം പിന്നീട് വർദ്ധിച്ചിട്ട് പുതിയ വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് 10 ദിവസം മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം 10 ദിവസം മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ, സഹോദര സ്നേഹത്തെക്കാൾ വലുതാണ് ഉപവി. RSV ബൈബിളിൽ, ഇപ്പം മലയാളം ബൈബിളിൽ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് RSV ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലവ് എന്ന് മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത്? ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമാണത്. അത് ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ. ആ ലവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോദര സ്നേഹം മുകളിലുണ്ടല്ലോ, പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല. ആ ലവ് എന്ന് പറയുന്നത് ശരിക്കും വന്നിരിക്കുന്നത് ഉപവിയാണ്. ഉപവിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ഉപവി അവസാനം പറയണത്? ഉപവിയാണ് വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് രൂപം. നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കി കഴിഞ്ഞാൽ ദാനം, അങ്ങനെയൊക്കെയുള്ള സമർപ്പണം, സ്നേഹം എന്നൊക്കെ ഉള്ളു. ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തിൽ ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താണ്? ഉപവിയാണ്. അതാണ് ഉപവി. നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല. എൻ്റെ കയ്യും തലയും പിന്നെ പുറത്ത് വരുന്ന നമുക്ക് കാണാം. ഒതുങ്ങണില്ല, ഒതുങ്ങാത്ത സംഭവമാണ് ഉപവി. മലയാളത്തിന് വരെ വാക്കില്ല. എന്താ സംഭവം? നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ ഈശോ പറയത്തില്ല. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. അതൊരു ഫിഗറേറ്റീവ് വർത്തമാനമാണ്. പക്ഷെ വലത് ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. എന്താണ്?
രഹസ്യത്തിൽ അറിയുന്ന പിതാവ്, മത്തായി 6:4. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ്, രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിനക്ക് പ്രതിഫലം. ഉപവിയുടെ പ്രശ്നം എന്ന് പറയണത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര്, സൽപ്പേര്, നല്ല പേര്, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹവർത്തിത്വം, മനുഷ്യനിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി. പിന്നെന്താണ്? അത് രഹസ്യമാണ്. അത് ആരുടേതാണ്? അതുകൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇപ്പോൾ രോഗികൾ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു, നമ്മുടെ അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു. വന്നാലും നമുക്കൊരു ബന്ധവുമില്ല, അഡ്രസ്സും ഇല്ല, അറിയാനും പാടില്ലാത്ത ആൾക്കാർ, അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. അവരെ ആരായിട്ട് കാണണം? അവരെ യേശുവായിട്ട് കാണണം. അതാണ് ഉപവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ, ഭർത്താവ് നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ആശുപത്രി കിടക്കും, നിങ്ങൾ അവിടെ സ്വറായും പറഞ്ഞിരിക്കും, അവസാനം ക്ഷീണം തീരുമ്പോൾ കാശും ബില്ലും കൊടുത്ത് പോരും. പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെന്റിലേറ്ററായി പോകും. ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല. അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി, അവർ കുളിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഒപ്പുകയാണ്. പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ടോ നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണാണ് അറിയണില്ല. കാര്യം അവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല, അവർക്ക് ബോധമില്ല, നല്ല വാക്ക് ഒന്ന് നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും ഇല്ല. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ആരാണ്? അപ്പം ഞാൻ രോഗിയായിരുന്നു. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല, മറിച്ച് രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ 1:10 തൊട്ട് 6 വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളിൽ പറയുന്ന ലാസ്റ്റ് പറയുന്ന ഉപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ, സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷ് ആൻഡ് കൈൻഡ് ഇല്ലാതെ, ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യത കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ ഉപവി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് സെറ്റെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം, നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും നല്ല പേരും സൽപ്പേരും മേടിച്ച് ഗുഡ് എന്നൊക്കെ പറഞ്ഞു കാണുന്നത് കാര്യമില്ല. ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയെന്ന് പറഞ്ഞ് പിള്ളേരെ വരാൻ കണ്ടില്ലേ? ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാകും. ഒരു ജീവിതത്തിൻ്റെ പരീക്ഷാ പേപ്പറിൽ ഒറ്റ ഗുഡുമില്ലാത്ത ഒരു പരീക്ഷ പേപ്പർ കൊണ്ടായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണത്. അതിന് ഉപവി എന്ന് പറയും. എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി. ഈ അൾത്താരയിൽ കയറ്റി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2004 ഏപ്രിൽ 29 എൻ്റെ പേര് സുരേഷ്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ സ്വപ്ന, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മ. ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് 2024 ഏപ്രിൽ 29 ഇവിടെ വരാനുണ്ടായ ഒരു കാരണം, എനിക്കൊരു പത്രം എൻ്റെ ഒരു സുഹൃത്ത് തന്ന് അതുവഴിയാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല, ദുബൈയിലായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങളൊരു വീട് പണി തുടങ്ങി, അതിൻ്റെ പകുതി വച്ച് സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തേണ്ടി വന്നു. പിന്നെ ദുബൈയിൽ വെച്ച് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫ്. ഞാൻ 1 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തോളൂ. അപ്പോഴത്തേക്കും ആ കമ്പനിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. വേറൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് 8 ദിവസമായപ്പോഴത്തേക്കും ആ കമ്പനിയിൽ വെച്ച് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ
കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയും എൻ്റെ നട്ടലിന് ചെറിയ 2 പൊട്ടൽ സംഭവിക്കുകയും വലത് കാലിൻ്റെ ഉപ്പുറ്റി പൊട്ടി നന്നായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോഴെനിക്ക് നാട്ടിൽ വരാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തതേ ഉള്ളൂ, റിസൈൻ ചെയ്തില്ല. റിസൈൻ അവരെ തന്നില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത കമ്പനിയിൽ കയറുന്നത്. ആ കമ്പനിയിൽ എനിക്ക് വിസ അടിച്ചതുമില്ല. അപ്പോൾ രണ്ടും അല്ലാത്തൊരു പരുവത്തിൽ ഞാൻ വീഴുകയും ചെയ്തു. പരിശുദ്ധ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. 4 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവർ 2 ദിവസം ആയപ്പോൾ തന്നെ ഞാൻ കയറിയ കമ്പനി എൻ്റെ കൂടെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്നെ വഴിയിലാക്കുമോ ഇവർ, നാട്ടിൽ വിടുമോ, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ കാലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കി. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ 3 ദിവസം കിടന്നിട്ട് ആ വിൻഡോ ഞാൻ കാണുന്നില്ല. ആ വിൻഡോയിലൊരു കർട്ടൻ ഉണ്ടായിരുന്നു, അത് മഴവില്ലാണ് ആ കർട്ടൻ. അപ്പോഴെനിക്ക് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ 2 ദിവസം റൂമിൽ വന്നിട്ട് 6-ാമത്തെ ദിവസം എന്നെ അവിടുന്ന് അവർ കമ്പനി തന്നെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് 8 ദിവസം എനിക്ക് ജോലി ചെയ്യാൻ ചെയ്തുള്ളൂവെങ്കിലും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ അവരെന്നെ നാട്ടിൽ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട് പണി അന്നേരം തുടങ്ങി പകുതി വഴിയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാൻ നാട്ടിൽ വന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പ് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ നാട്ടിൽ വന്ന് ക്ലോസ് ചെയ്യാൻ പറ്റി എനിക്ക്. അതും അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ആ ലോൺ എനിക്ക് അതിന് മുമ്പ് ആ ലോൺ എടുത്ത ബാങ്കിൽ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയും ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ചിട്ടി 2 ചിട്ടിയായിട്ടും ഞങ്ങളെ അറിയിച്ചില്ല ബാങ്ക് ഇങ്ങനെ ചിട്ടി തുടങ്ങി. ആദ്യത്തെ ഒരു ചിട്ടിയുടെ പൈസ അടച്ചായിരുന്നു. 3-ാമത്തെ ചിട്ടി ആവണ ടൈമിന് ബാങ്ക് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ 2-ാമത്തെ ചിട്ടിയുടെ പൈസയും തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആക്സിഡൻ്റായി നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളെ നിങ്ങൾ അറിയിച്ചില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഈ ലോണും ചിട്ടിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ചിട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മ മാതാവ് ഒരു ബോധ്യം എനിക്ക് തന്നു, എന്തിന് നീ വിഷമിക്കണം, നീ ധൈര്യമായിട്ട് പോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 3-ാമത്തെ ചിട്ടിയുടെ പൈസ അടച്ച് ഞാൻ ബാങ്കിൽ പോയി. എൻ്റെ വൈഫ് പോയി. 3-ാമത്തെ ചിട്ടി ഞങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോഴേ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ പണി അങ്ങനെ നിന്നപ്പോൾ വീണ്ടും അമ്മ മാതാവ് ബോധ്യം തന്നു, നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടല്ലോ കയ്യിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്. ഓരോരോ അനുഗ്രഹങ്ങൾ അമ്മ ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വീട് പണി അതിമനോഹരമായ, എല്ലാവരും സാക്ഷ്യം പറയും പോലെ തന്നെ മനോഹരമായ ഒരു വീട് പണിയാൻ പറ്റി. കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളുടെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഹൗസ് വാമിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് ഞാൻ മാത്രമാണ് പോയി ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തിട്ട് എൻ്റെ വൈഫിനോടോ വീട്ടിലുള്ള ആരോടോ ഞാൻ പറഞ്ഞില്ല. ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, അമ്മയും ഈശോപ്പനും എൻ്റെ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടാവണം, കാനായിലെ കല്യാണ വിരുന്ന് പോലെ ഗംഭീരമാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. അതുപോലെ അമ്മയുടെ പ്രസൻസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് ഒരു പ്രകാശം എൻ്റെ വീട്ടിലേക്കും ഞങ്ങളിലേക്കും അടിച്ചു. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ് ഇവിടെ SP പോർട്ട് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്താണ് എൻ്റെ ചികിത്സ നടന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈക്കുള്ളിൽ മഴവില്ല് വന്നു. അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ ടൈമിന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഹോസ്പിറ്റലിൽ ഡോക്ടർ നടന്ന് കാണിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ നടക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് മാത്രമേ ഞാൻ കാല് കുത്തുവെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ മുമ്പിലൊന്ന് കാല് കുത്തി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന് കൃപാസനത്തിലാണ് ഞാൻ കാല് കുത്തിയത്. എൻ്റെ അമ്മയുടെ അനുഗ്രഹം. 1.5 മാസം മാത്രമേ ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കാല് തവിട് പൊടി പിരിന്നു പോയ കാല് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി അന്ന് തന്നെ ഇവിടെ കാല് കുത്തി നടന്നു.
അതിനുശേഷം എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട് നട്ടെല്ലിന് 2 ചെറിയ പൊട്ടലുണ്ടായിരുന്നു. എൻ്റെ കാല് പൊടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ 1.5 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി. ചെറിയ കാലിനൊരു ചെറിയ നീരുണ്ട്, അത്രയേ ഉള്ളൂ. അതും അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ബാക്കി സാക്ഷ്യങ്ങൾ പറയും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് അമ്മയ്ക്ക് ലിഗമെൻ്റ് വലിഞ്ഞിട്ട് വളരെ പ്രയാസമായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഭാരമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല, ബെൽറ്റ് ഇട്ടേക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കുഴപ്പമില്ലാതെ അമ്മയ്ക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ പ്ലാവ് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വൈകുന്നേരം സായന പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ജപമാല ജപമാല ചൊല്ലി തീർന്നതും ആ പ്ലാവ് ആരോ പിടിച്ച് മാറ്റിയതുപോലെ, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് വേറൊരു വീടും ഉണ്ട്, ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അത് പിടിച്ച് മാറ്റിയിട്ട പോലെ അമ്മ മാതാവ് മാറ്റി തന്നു. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേരെ ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളൊരു വൃദ്ധസദനം സന്ദർശിക്കാറുണ്ട്. അവിടെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട് പാലുകാച്ചൽ ഈ ജനുവരി 26-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോയി ഞങ്ങൾ തന്നെ വിളമ്പി കൊടുത്തു. പിന്നെ ഒരു ഇടിമിന്നൽ, ഞാനൊരിക്കൽ ഷീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഇടിമിന്നലുണ്ടായി. ഷീറ്റ് അടിക്കുന്ന മെഷീൻ്റെ അടുത്തായിട്ട് അതൊന്ന് പതിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. വലിയൊരു സംരക്ഷണം ലഭിച്ചു. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും രാവിലത്തെ പ്രതിഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്. ധ്യാനം കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം, നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള എന്ന വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലാണ്. എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും കഷ്ടതകളുടെ വഴികളിലായാലും ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നു. ദൈവം നമുക്ക് നമ്മുടെ കാലുകൾ തട്ടാതെ നമ്മൾ ചുമക്കുന്ന ഒരു ദൈവമാണെന്നാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ കാലുകുത്തിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ വന്നത്. ജോലി പ്രശ്നങ്ങളും പകുതി തീർത്ത കുടുംബ ഭവനവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുമായിട്ടാണ്, പ്രശ്നങ്ങളുടെ ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് നമ്മൾ കേട്ടത് ഇവിടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് ഇവരെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ്. അക്രൈസ്തവരായ മക്കളുടെ വിശ്വാസപരമായ ജീവിതം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് അവരുടെ വിശ്വാസ ജീവിതം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആക്സിഡൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന സമയത്ത് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതും പുതിയ ജോലിക്ക് ചേർന്നതും എങ്ങുമില്ലാത്ത എത്തപ്പെടാത്ത ഒരു നിമിഷമാണ്. അവിടെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഇവർ പ്രാർത്ഥിച്ചു. വിശ്വാസം നഷ്ടപ്പെടാതെ
ജോലി പോയി, എന്ത് ചെയ്യുക എന്നൊന്നുമല്ല. ഈ മകൻ അമ്മയുടെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് 8 ദിവസം മാത്രം ഒരു കമ്പനി ജോലി ചെയ്യുന്നത്. ഏതൊരവസ്ഥയിലും അവരെ സഹായിക്കാൻ സാധ്യത കുറവുള്ള അവസ്ഥയാണ്. എന്നിട്ടും പരിശുദ്ധ അമ്മയാണ് അവിടെ ചെന്ന് സഞ്ചാരി മാതാവിൻ്റെ രൂപത്തിൽ ഈ മകൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ പ്രൊസീജിയേഴ്സും നടത്തി നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്ത് പിന്നീട് ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ കഷ്ടപ്പാടിൻ്റെ നടുവിലാണ് അമ്മ വേറൊരു അനുഗ്രഹം ഇവർക്ക് കൊടുക്കുന്നത്. കയ്യിലൊന്നുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഫൈനാൻസിൽ ഒരു രീതിയിലും ഇവർക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണ്. പെട്ടെന്നൊരു ചിട്ടി എടുക്കുകയും മനസ്സിൽ പറയുന്ന ഓരോ നിമിഷവും അമ്മയുമായിട്ടൊരു നല്ലൊരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധം. എല്ലാം ചോദിച്ചും പറഞ്ഞിട്ടുമാണ് ഈ മകൻ ചെയ്യുന്നത്. അങ്ങനെ അമ്മയോട് എല്ലാം പറഞ്ഞപ്പോൾ ചിട്ടി വേണോ വേണ്ടയോ ഒക്കെ മുന്നോട്ട് പോട്ടെ, വീണ്ടും എടുത്തു. ആ ചിട്ടി വീണു, ലോൺ അടച്ചു. പിന്നെ ഭവനം വീടുന്ന ആ സമയത്ത്, ഒന്നാമത് ആക്സിഡൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഭവനം എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും, ഈശോയും അമ്മയും ഏറ്റെടുത്തു ആ പണിയും. അങ്ങനെയാണ് ഒരു ഭവനം പണിത്. ഇവിടെ വന്ന ആ മകന് ആദ്യം ഇവിടെ വന്ന അമ്മയോടാണ് ചോദിച്ചത്, അമ്മയെ ഡേറ്റ് എന്നാണ് ഇടേണ്ടത്. ഓരോ കാര്യത്തിലും തുടർച്ചയായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഒരു സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചത്. പ്രാർത്ഥിച്ചു, ആ മകൻ പോയി. അങ്ങനെയാണ് അമ്മയെ വിളിച്ചു. ഭവനത്തിൻ്റെ പാലുകാശ്, അതായത് ഇനാഗുറേഷൻ ഡേ, അമ്മയും ഈശോയും വരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചിട്ടാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വീട്, അതിൻ്റെ മുകളിലേക്കാണ് ആ ഫോട്ടോയിൽ കണ്ട പ്രകാരം ആകാശത്തു നിന്നും വലിയൊരു ലൈറ്റ്, അതായത് വലിയൊരു പ്രകാശമാണ് ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്നത്. അതിവർക്കറിയത്തില്ലായിരുന്നു. ഫോട്ടോ എടുത്ത ആളാണ് ആ ക്യാമറയിൽ പതിഞ്ഞതാണ്. ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്ന ഒരു വലിയൊരു പ്രകാശം. അത് വെറുതെ അല്ല, ഈ മകൻ ആഗ്രഹത്തോടെ ഈശോയും അമ്മയും വിളിച്ചിട്ട് പോയതാണ്, ഈശോയും അമ്മയും വരണമേ എന്ന്. അങ്ങനെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ വീടിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് ആ ക്യാമറയിൽ പതിഞ്ഞത്. ഇതാണ് മക്കളെ ഉടമ്പടി മക്കളുടെ ജീവിതം. ഈശോയുടെ അമ്മയുടെ നമ്മുടെ വിഷയബന്ധിതമല്ലാതെ ആത്മാർത്ഥമായിട്ടൊരു ബന്ധം പുലർത്തുമ്പോൾ ഈശോയും അമ്മയും നമ്മെ ഒരിക്കലും കൈവിടില്ല, നമ്മുടെ കൂടെ നിൽക്കും. ആ സാന്നിധ്യമാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന ഓരോ രീതിയിൽ ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് നടത്തുന്ന മക്കളാണെന്ന് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചത്. പിന്നീട് ഈ മകൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെയും മകനൊരു പ്രതീക്ഷ കൊടുത്തു. അമ്മ കൂടെയുണ്ട് മോനെ, നീ പേടിക്കണ്ട. കൈയുടെ മുകളിലോട്ട് ഒരു നല്ലൊരു മഴവില്ല്, അത് നല്ല ക്ലിയറായിട്ട് ബ്രൈറ്റായിട്ട്, സിമ്പിൾ ലൈറ്റ് അല്ല, ഓരോ കളറും ക്ലിയറായിട്ടാണ് ആ മകൻ്റെ കയ്യിൽ പതിഞ്ഞിരിക്കുന്നത്. ഒരു റെയിൻബോ മഴവില്ല്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉടമ്പടിയിലാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തകർച്ചകളാകാം, ബുദ്ധിമുട്ടുകളാകാം, വിഷമങ്ങളാകാം, രോഗാവസ്ഥകളാകാം, ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉടമ്പടിയിലാണ്. അമ്മയോട് പറഞ്ഞാൽ മാത്രം മതി. ഈശോയോടാണ് അമ്മ ചെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ലെഗമെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രായം ചെന്ന അമ്മയാണ്. ആ ലെഗമെൻ്റ് ഈ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചാണ് ആ പ്രശ്നവും ശരിയായത്, രോഗസൗഖ്യം കിട്ടിയത്. പിന്നെ ഉണ്ടായിരുന്ന നാച്ചുറലായിട്ടുള്ള മരത്തിൻ്റെയും ലൈറ്റണിങ്ങും എല്ലാം, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സംരക്ഷണമാണ് ഇവിടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാവലായിരിക്കാൻ നമ്മൾക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിൽ നയിക്കുന്ന അമ്മയാണ്. അമ്മയോടാണ് നമ്മുടെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക, ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു. ഞാൻ ഹിന്ദുവാണ്. 12 വർഷമായി ഞാൻ ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അത് നടന്നതിനെക്കുറിച്ച്, ആ സാക്ഷ്യം ലഭിച്ചതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് 2022 ഓഗസ്റ്റ് മാസത്തിലാണ്. എന്നെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് എന്നെ ഇവിടെ ആദ്യമായി കൊണ്ടുവന്നത്. പിന്നെ അടുത്ത മാസം 2022 സെപ്റ്റംബർ 19 വന്ന് ഉടമ്പടി എടുത്തു.
ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ബിസിനസ്സൊക്കെ നടത്തി അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ കുടുംബത്തിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം മരണത്തിന് വന്നപ്പം എല്ലാം കൂടെ പറഞ്ഞു, കുടുംബ വീട്ടിൽ താമസിച്ചോ, നിങ്ങൾക്ക് ആ 5 സെൻറ്റും വീടും കൂടെ എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 6 മാസത്തിനൊക്കെ എഴുതി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 6 വർഷവും 12 വർഷം കഴിഞ്ഞിട്ടും നടന്നില്ല. ആ സമയത്താണ് ഈ ഫ്രണ്ട് എൻ്റെ കടയിൽ വരികയും എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ആ വീടും വസ്തുവും എഴുതി തന്നു. അത് ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ ഉപ്പ് വിതറി. അങ്ങനെ അപ്പം ആ വീടും വസ്തുവും എഴുതി തരണമെന്നുണ്ട്. ആദ്യം അവർ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞ് മൊത്തത്തിൽ നമുക്ക് വിറ്റിട്ട് നിനക്ക് ഓഹരി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വീടും വസ്തുവും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വസ്തു വിൽക്കാനായിട്ടുള്ള ആളിനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഒരു കൊച്ച് വസ്തു മേടിക്കാനായിട്ട് വന്നു. അങ്ങനെ അത് എനിക്ക് 5 സെൻറ്റും വസ്തു എഴുതിയിട്ട് ബാക്കി ആ കൊച്ചത് വാങ്ങിച്ചു. 2022 സെപ്റ്റംബർ 19 എഴുത്തും നടന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പം ആ കൊച്ച് ലോൺ എടുക്കാനോ എന്തോ ആയിട്ട് ചെന്നപ്പം അതിൻ്റെ മുൻപ്രമാണം ഒറിജിനൽ അല്ല എന്നും പറഞ്ഞ് അതിന് ആ വസ്തു വേണ്ട, തിരിച്ചെഴുതണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിന്നെ അത് എൻ്റെ ബ്രദർ തിരിച്ചു വാങ്ങി. അത് അവിടെ അമ്മയാണ് അവിടെ ആ കൊച്ചായിട്ട് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. പിന്നെ ഞങ്ങൾ അന്നേരം ആ വീട് പഴയ വീടായിരുന്നു, ഞങ്ങളുടെ കുടുംബ വീട് പഴയതാണ്. അപ്പം ഞങ്ങൾക്കൊരു വീട് വേണം ആഗ്രഹിച്ചു. അങ്ങനെ പൈസയൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ആ വീടും വസ്തുവും പണയം വെച്ച് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 1 വർഷത്തിന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 1 വർഷത്തിനകം തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റി. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, കൃപാസന ഗ്രൂപ്പ് എന്നും പറഞ്ഞ്. ഇവിടെ വന്ന് 1000 മണി കൊന്ത മേടിച്ച് കൊണ്ടുപോയി ഞങ്ങളെല്ലാ മാസവും ഇത് ചൊല്ലാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. ആദ്യം ഞങ്ങൾ 10 പേര് ആയിരുന്നു ആ ഗ്രൂപ്പിലുള്ളത്. അതിപ്പം 150ഓളം പേര് ആ ഗ്രൂപ്പിലുണ്ട്. ഒരു വീട് ഞങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളൊരു കൊച്ച് തന്നിട്ടുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ജപമാല ചെല്ലാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് എല്ലാ മാസവും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവരും പൈസ എടുത്ത് ആ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ജില്ലാ ആശുപത്രിയിൽ ആഹാരം കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം എല്ലായിടവും കൊടുക്കും. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, വിഷമമായിരുന്നു. ഇപ്പം നല്ലതുപോലെ എല്ലാം പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ എന്നും ഞാൻ ജപമാല ചൊല്ലും. ഇനി മാസത്തിൽ ഞങ്ങൾ 4.5 മണിക്കൂറായി 1000 മണി കൊന്തയെന്ന് പറയുന്നത് 4.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ചൊല്ലുന്നത്, ഒറ്റ ഇരിപ്പിലിരുന്ന്. ആദ്യം 20 പേർക്ക് ഒരുമിച്ചേ ചൊല്ലാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരല്ലാത്ത ജപമാലയൊക്കെ വെച്ച് ഞങ്ങൾ 10-30 പേരോളം കാണും. അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അത് ഇവിടുന്ന് 1000 മണി കൊന്ത തന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ഇതിനെല്ലാം അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെയും അടുത്തുള്ളവരെയൊക്കെ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നടന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനും രോഗസൗഖ്യം ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എന്നും സ്ഥിരം ബൈബിൾ വായിക്കും. അച്ഛൻ്റെ ടോക്ക് കേൾക്കാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചത്തെ അതെനിക്ക് ഒരു കടയുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാൻ പറ്റില്ലെങ്കിലും ചില സമയത്തൊക്കെ ഞാൻ അന്നേരം തന്നെ കേൾക്കും. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കും. ദിവസേനയുള്ള ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥന കേൾക്കും. രാവിലെ 5:30 മണിക്ക് തന്നെ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. 2-3 വട്ടം സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. വീട്ടിനകത്തും എൻ്റെ കടയിൽ വെച്ചും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അമ്മയെ. ഇനിയും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വചനമാണ്. ദൈവം ദിവസവും പുതുക്കുന്ന ഒരു കൃപ നൽകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പരാജയത്തിലും ദുഃഖത്തിലുമൊന്നും കൃപ തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്.
ഭാവിയെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ നാളേക്കുള്ള കൃപയും ദൈവത്തിന് നമുക്കായിട്ട് കരുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുറവുകൾ നോക്കാതെ ഈശോയിലുള്ള നിറവുകൾ നോക്കുമ്പോൾ, നമ്മുടെ മനസ്സ് തളരുമ്പോൾ ആശ്വാസത്തിൻ്റെ കൃപ, പാപബോധം വരുമ്പോൾ ക്ഷമയുടെ കൃപ, മുന്നോട്ട് പോകാൻ ഭയം തോന്നുമ്പോൾ ധൈര്യത്തിൻ്റെ കൃപ, ഈശോയിലാണ് ദൈവത്തിൻ്റെ മുഴുവൻ നിറവും നമുക്ക് ലഭിക്കുന്നത്. ആ നിറവിലേക്കാണ് പരിശുദ്ധ അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലുള്ള കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ആ നിറവിലാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരുന്നത്. പരിശുദ്ധ അമ്മ ഈശോയുടെ നിറവിലേക്ക് നയിക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ തകർന്നിരിക്കാം, ഒരുപക്ഷെ കൃപ എപ്പോഴും ഒഴുകുന്നു നമ്മളിലേക്ക്. പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയുള്ള ഒരു കൃപയുടെ ഒരു വലിയ സാക്ഷ്യമാണ് അംബിക എസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ പറഞ്ഞത് 12 വർഷത്തോളം വിൽക്കാൻ പറ്റാത്ത ഒരു വീടില്ലായിരുന്നു, ഒരു സ്ഥലമില്ലായിരുന്നു. ബിസിനസ് തകർന്ന നിമിഷങ്ങളിലാണ് എല്ലാം പോയി എന്ന് കരുതിയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഏതോ ഒരു കൂട്ടുകാരിൽ കൂടിയാണ് കൃപാസനം അമ്മയെ പറ്റി അറിഞ്ഞത്. ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടിയെടുത്ത് 5 ദിവസമായപ്പോൾ തന്നെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ് വന്നത്. 12 വർഷം നടക്കാത്ത കാര്യമാണ്. വെറും ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ആ വീടും വസ്തുവും എല്ലാം എഴുതി കിട്ടിയത്. അതും ഒരു പ്രത്യേക ഇടപെടൽ കൂടെ. ആദ്യം സഹോദരങ്ങൾ പറഞ്ഞു എല്ലാം മൊത്തമായിട്ട് വിറ്റ് നമുക്കതിൻ്റെ കാശെടുത്ത് വീതിക്കാമെന്ന്. പിന്നീട് പറഞ്ഞു വേണ്ട, പെങ്ങൾക്കുള്ള കൊടുത്തിട്ട് ബാക്കി വിൽക്കാം, ആളിനെ നോക്കാൻ പറഞ്ഞു. ഇതൊരു പ്രത്യേക അമ്മയുടെ ഇടപെടലായിട്ടാണ് ഈ സഹോദരി കാണുന്നത്. കാരണം ആദ്യം 5 സെൻറ്റ് ആൾക്ക് എഴുതി കൊടുത്തു, പിന്നീട് ബാക്കിയുള്ള സ്ഥലം വിറ്റു. ആ വിറ്റ് കഴിഞ്ഞപ്പോഴുള്ള പ്രതിസന്ധികൾ, അതായത് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം കറക്റ്റല്ല എന്നും പറഞ്ഞ് അവർക്ക് ആ സ്ഥലമെല്ലാം തിരികെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നേരിട്ട് അങ്ങനെ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സാധ്യമാക്കി തരുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് 12 വർഷത്തിന് ശേഷം ഈ മകൾക്ക് ആ വീടും വസ്തുവും കിട്ടിയത്. ഭവനം എന്നൊരു വലിയ സ്വപ്നമായിരുന്നു. 1 വർഷം കൊണ്ടാണ് ഒരു നല്ലൊരു വീടുണ്ടാക്കി ആ വീടിൻ്റെ ഭവന കൺസ്ട്രക്ഷനും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. കൃപാസനത്തിലെ അമ്മയുടെ അടുത്ത് വന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമ്മൾക്ക് അതിനുള്ള യോഗ്യതയില്ലായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ഉടമ്പടി സത്യസന്ധമായിട്ട് ജീവിക്കുവാന്ന് ദൈവത്തിന് തോന്നുന്നെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ്. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ സാക്ഷ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ശൂന്യമാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ നിറവും മതി നമുക്ക്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ വിശ്വാസത്തോടെ നയിക്കുന്നത് ആ നിറവിലേക്കാണ്. നമുക്കും ആ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. പിന്നീട് ഈ മകൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അവരുടെ ഒരു ഉടമ്പടി ഗ്രൂപ്പാണ്, കൃപാസനം ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാ മാസവും വന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കും. ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഗ്രൂപ്പിൽ കൂടിയാണ് അവർ സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. 4 മണിക്കൂർ പ്രാർത്ഥനയാണ് ഓരോ മാസവും വന്ന് ചെല്ലുന്നത്. പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മൾ പറയാറുണ്ട്, ഉടമ്പടി പ്രാർത്ഥനകൾ വെറും ചൊല്ലുന്നത് മാത്രമല്ല, ചെയ്യുന്നതും കൂടിയാണ്. 4 മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഗ്രൂപ്പായിട്ട് അവർ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് എഫെസ്യസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വചനം പറയുന്നത്. നമ്മൾക്കും വിശ്വാസത്തിൽ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെയും ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ജീവിതവും മുന്നോട്ട് നയിക്കാം. ഈ അംബികയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.